റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ആണ്. അതായത് പ്ലാനിങ് എന്നുള്ളത് മാനേജ്മെൻറ്റിൻ്റെ പ്രൈമറി ഫങ്ഷൻ ആണെങ്കിൽ കൺട്രോളിങ് എന്നുള്ളത് ലാസ്റ്റ് ഫങ്ഷനായിട്ട് നാം കൺസിഡർ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്ലാനിങ്ങും കൺട്രോളിങ്ങും തമ്മിൽ ചില റിലേഷൻഷിപ്സ് ഉണ്ട്, ചില ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ദ വെരി ഫസ്റ്റ് വൺ, പ്ലാനിങ് ഒറിജിനേറ്റ്സ് കൺട്രോളിങ്. അതായത് പ്ലാനിങ് ഒറിജിനേറ്റ് ചെയ്യുന്നത് കൺട്രോളിങ്ങിൽ നിന്നുമാണ്. അതുപോലെ തന്നെ അപ്പോൾ നാം അതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നാം ഇവിടെ ഇൻ പ്ലാനിങ് ദ ഒബ്ജക്റ്റീവ്സ് ഓർ ടാർഗറ്റ് ആർ സെറ്റ് ടു അച്ചീവ് ദിസ് ടാർഗറ്റ് കൺട്രോൾ പ്രോസസ് ഈസ് നീഡഡ്. അതായത് പ്ലാനിങ്ങിലൂടെ നാം കുറേ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നുണ്ടല്ലേ, കുറേ ടാർഗറ്റുകൾ സെറ്റ് ചെയ്യുന്നുണ്ടാകാം. ഈ സെറ്റ് ചെയ്ത ടാർഗറ്റ് ഒക്കെ തന്നെ അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് കൺട്രോളിങ് ഉപയോഗിക്കേണ്ടി വരുന്നു. അതുപോലെ തന്നെ അതിന് പ്ലാനിങ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നു. ദാറ്റ് മീൻസ് യഥാർത്ഥത്തിൽ പ്ലാനിങ്ങും കൺട്രോളിങ്ങും എന്ന് പറയുന്നത് ഇൻ്റർറിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് ആക്ടിവിറ്റീസാണ്, പരസ്പരം ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് ആക്ടിവിറ്റീസാണ്. അതുകൊണ്ട് തന്നെ പ്ലാനിങ് എന്ന് പറയുന്നത് പ്ലാനിങ് പ്രിസീഡ്സ് കൺട്രോൾ. പ്ലാനിങ് എന്ന് പറയുന്നത് കൺട്രോളിങ്ങിന് മുന്നേ നടക്കുന്ന ഒരു പ്രവർത്തനമാണ് എന്നുള്ളതാണ്. അതായത് കൺട്രോളിങ് നടക്കുന്നതിന് മുമ്പ് പ്ലാനിങ് എന്ത് ചെയ്യുന്നു, നടക്കുന്നു. ഒരു തവണ കൺട്രോളിങ് കഴിഞ്ഞാൽ അടുത്ത് എന്ത് ചെയ്യുന്നു, വീണ്ടും പ്ലാനിങ്, വീണ്ടും കൺട്രോളിങ്, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് സെക്കൻഡ് വൺ, കൺട്രോളിങ് സസ്റ്റെയിൻസ് പ്ലാനിങ്. അതായത് കൺട്രോളിങ് യഥാർത്ഥത്തിൽ എവിടേക്കാണ് നമുക്ക് പ്ലാനിങ് ആവശ്യമുള്ളത് എന്നുള്ള ഒരു കൃത്യമായ ഡയറക്ഷൻ കൺട്രോളിങ് നൽകുന്നുണ്ട്. മീൻസ് കൺട്രോളിങ് ഡയറക്ട്സ് ദ കോഴ്സ് ഓഫ് പ്ലാനിങ്. പ്ലാനിങ് എങ്ങനെയാകണമെന്ന് തീരുമാനിക്കുന്നത് കൺട്രോളിങ് ആണ്. ആൻഡ് കൺട്രോളിങ് സ്പോട്സ് ദ ഏരിയാസ് വെയർ പ്ലാനിങ് ഈസ് റിക്വയർഡ്. എവിടെയൊക്കെയാണ് നമുക്ക് പ്ലാനിങ് കൂടുതലായി ആവശ്യമായി വരുന്നത് എന്നത് വളരെ കൃത്യമായി കൺട്രോളിങ് എന്ത് ചെയ്യുന്നു, സ്പോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മേഖലകളിലാണ് നാം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ കൺട്രോളിങ് എന്ന് പറയുന്നത് സസ്റ്റെയിൻസ് പ്ലാനിങ് ആണ്. പ്ലാനിങ്ങിനൊരു വഴികാട്ടിയായി യഥാർത്ഥത്തിൽ കൺട്രോളിങ് പ്രവർത്തിക്കുന്നുണ്ട്. തേർഡ് വൺ, കൺട്രോളിങ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ഫോർ പ്ലാനിങ്. നാം തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ തന്നെയാണ് കൺട്രോളിങ് എന്ന് പറയുന്നത് നമുക്ക് പ്ലാനിങ്ങിന് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുന്ന ഒരു പ്രോസസ്സാണ്. അതായത് എവിടെയൊക്കെയാണ് നാം ഏതൊക്കെ രീതിയിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളിൽ എങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ള വളരെ കൃത്യമായ വിവരം നമുക്ക് കൺട്രോളിങ്ങിലൂടെ നൽകാൻ സാധിക്കുന്നുണ്ട്. അനദർ വൺ, പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ആർ ഇന്റർ റിലേറ്റഡ്. നമുക്കറിയാമല്ലോ പ്ലാനിങ്ങും കൺട്രോളിങ്ങും ഇന്റർ റിലേറ്റഡ് ആണ്. അതിനുള്ള കാരണം പ്ലാനിങ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ പ്രൈമറി ഫങ്ഷനാണ്. എന്നാൽ കൺട്രോളിങ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ ഫൈനൽ ഫങ്ഷനായി നാം കൺസിഡർ ചെയ്യുന്നു. ഹിയർ കൺട്രോളിങ് റെക്കോർഡ്സ് ദ ആക്ച്വൽ പെർഫോമൻസ് ആൻഡ് കമ്പയർ ഇറ്റ് വിത്ത് ദ സ്റ്റാൻഡേർഡ് സെറ്റ്. അതായത് നാം ഓൾറെഡി ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ടാകാം. ആ സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡിനനുസരിച്ച് യഥാർത്ഥത്തിൽ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ളത് നാം വിലയിരുത്തുന്നത് കൺട്രോളിങ്ങിലാണ് അല്ലേ. അപ്പോൾ പ്ലാൻ സെറ്റ് ചെയ്ത് വെക്കുന്നത് നമ്മുടെ പ്ലാനിങ്ങിലാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെക്കുന്നത് നമ്മുടെ പ്ലാനിങ്ങിലാണ്. എന്നാൽ പ്ലാനിങ്ങിൽ സെറ്റ് ചെയ്തതിനനുസരിച്ചിട്ടാണോ കാര്യങ്ങൾ നടന്നിട്ടുള്ളത് നാം കൺട്രോളിങ്ങിലൂടെ വിലയിരുത്തുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാനിങ് ഡിപ്പെൻഡ്സ് ഓൺ കൺട്രോളിങ് ആൻഡ് കൺട്രോളിങ് ഡിപ്പെൻഡ്സ് ഓൺ പ്ലാനിങ്. അതായത് പ്ലാനിങ് കൺട്രോളിങ്ങിനെ എന്ത് ചെയ്തിരിക്കുന്നു, ഡിപ്പെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ആശ്രയിക്കുന്നു. അതുപോലെ കൺട്രോളിങ് പ്ലാനിങ്ങിനെയും ആശ്രയിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് മറ്റൊരു റിലേഷൻഷിപ്പാണ് പ്ലാനിങ്ങും കൺട്രോളിങ്ങും തമ്മിലുള്ള പ്രധാനപ്പെട്ട മറ്റൊരു റിലേഷൻഷിപ്പാണ് പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ആർ ഫോർവേഡ് ലുക്കിംഗ്. അതായത് പ്ലാനിങ്ങും കൺട്രോളിങ്ങും ഫോർവേഡ് ലുക്കിംഗ് ആണ്. അതായത് ഭാവിയിലേക്കുള്ള ഒരു മുന്നൊരുക്കമായിട്ടാണ് നാം പ്ലാനിങ്ങിനെയും കൺട്രോളിങ്ങിനെയും കാണുന്നത്. പലപ്പോഴും കൺട്രോളിങ്ങിനെ കുറിച്ച് നാം പറയുമ്പോൾ അതൊരു പോസ്റ്റ്മോർട്ടം അനാലിസിസ് ആണ്, അല്ലെങ്കിൽ കഴിഞ്ഞുപോയതിനെ കുറിച്ചുള്ളൊരു പഠനമാണെന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. പ്ലാനിങ് എന്ന് വെച്ചാൽ ഭാവിയിൽ നാം ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് മുൻകൂട്ടി വിലയിരുത്തുന്നതാണ് പ്ലാനിങ് എങ്കിൽ, കൺട്രോളിങ് എന്ന് പറയുന്നത് അർത്ഥത്തിൽ ബാക്ക്വേർഡ് ലുക്കിംഗ് ആണെന്നുള്ള അഭിപ്രായമുണ്ട്. അതായത് നടന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ കാര്യങ്ങളെ വിലയിരുത്തുന്ന പ്രവർത്തനമാണ് കൺട്രോളിങ് എന്നുള്ള അഭിപ്രായമുള്ള ആളുകളുമുണ്ട്. എന്നിരുന്നാലും ഒരു ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതിന്, അതിൻ്റെ ഭാവിയിലേക്ക് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പ്ലാനിങ്ങും കൺട്രോളിങ്ങും കാര്യമായ പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ പറയാം, പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ആർ ഫോർവേഡ് ലുക്കിംഗ് ഫങ്ഷൻസ്.
അപ്പോൾ ഇവയൊക്കെയാണ് പ്രധാനമായിട്ടുമുള്ള പ്ലാനിങ്ങും കൺട്രോളിങ് തമ്മിലുള്ള റിലേഷൻഷിപ്സിൻ്റെ പോയിന്റുകളായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക. നാം ഇതിൽ നിന്ന് ബേസിക്കായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്ലാനിങ് ഡിപ്പെൻഡ്സ് ഓൺ കൺട്രോളിങ് ആൻഡ് കൺട്രോളിങ് ഡിപ്പെൻഡ്സ് ഓൺ പ്ലാനിങ്. അതായത് പ്ലാനിങ് കൺട്രോളിങ്ങിനെ എന്ത് ചെയ്യുന്നു? ആശ്രയിക്കുന്നു. അതുപോലെ തന്നെ കൺട്രോളിങ് പ്ലാനിങ്ങിനെയും ആശ്രയിക്കുന്നു എന്നുള്ളതാണ്.